Welcome to Homemade. ഹലോ, വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്ന് നമുക്ക് ഒരു ഉണക്കച്ചെമ്മീൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കേണ്ടത്. സാധാരണ നമ്മൾ ഉണക്കച്ചെമ്മീൻ വറുക്കാറുണ്ട്, അതുപോലെ തന്നെ ചമ്മന്തി ഉണ്ടാക്കാറുണ്ട്, ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാറുണ്ട്. ഇന്ന് നമുക്ക് കുറച്ച് വ്യത്യസ്തമായിട്ട് ഉണക്കച്ചെമ്മീൻ വെച്ചിട്ട് നല്ല റോസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. ഇതിന് വേണ്ടി ഞാൻ 2 കപ്പ് ചെമ്മീൻ അതിൻ്റെ തലയെല്ലാം വാലും എല്ലാം കളഞ്ഞിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ചെറുതായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. എണ്ണ ഒഴിക്കാതെ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ വാങ്ങുന്ന ഉണക്കച്ചെമ്മീനാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ചെറുതായിട്ട് കഴുകിയെടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ വീട്ടിൽ തന്നെ ഉണക്കിയതാണെന്നുണ്ടെങ്കിൽ കഴുകേണ്ട കാര്യമില്ല. ഇനി നമുക്കിതൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. എപ്പോഴും തീ മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വേണം വറുക്കാനായിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് തീ കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോകും. അപ്പം നല്ലൊരു മണം വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇത് ഫ്രൈ ആയിട്ടുണ്ടെന്നുള്ളത്. അതിൻ്റെ കളറും ഒക്കെ ഒന്ന് ചെറുതായിട്ട് മങ്ങി വരും. അപ്പോൾ ഇപ്പോൾ കറക്റ്റായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇതിപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് കുറച്ചൊന്ന് ക്രിസ്പി ആയിട്ടിരിക്കും. അതല്ല നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫ്രൈ ചെയ്യേണ്ട, ഒരല്പം വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുന്നതും നന്നായിരിക്കും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ചെമ്മീൻ. അപ്പോൾ അത് നമുക്ക് കോരി മാറ്റിയതിന് ശേഷം ചീനച്ചട്ടിയിലേക്ക് തന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് എപ്പോഴും നാടൻ ചെമ്മീൻ റോസ്റ്റിനൊക്കെ നല്ലത്. അപ്പോൾ 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം. അത് 2-3 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇനി ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിനകത്തേക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 സവാളയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ സവാള ചേർക്കുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. റോസ്റ്റിന് എപ്പോഴും സവാള കൂടിയാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പിന്നെ ഒരു 1/4 കപ്പോളം തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്തും കൂടെ ചേർത്താലാണ് ഇതിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ കഴിവതും തേങ്ങാക്കൊത്ത് ഒഴിവാക്കാതിരിക്കുക. പിന്നെ ഒരു 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഉപ്പ് ചേർക്കുമ്പോഴേക്കും ഞാൻ എപ്പോഴും പറയാറുണ്ട് അത് പെട്ടെന്ന് സവാളയൊക്കെ വാടിക്കിട്ടാൻ നല്ലതാണ്. അപ്പോൾ കുറച്ച് ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. പോരാത്തത് നമുക്ക് പിന്നീട് ചേർക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മൂടി വെച്ചാൽ സവാള പെട്ടെന്ന് വാടിക്കിട്ടും, കുഴപ്പമില്ല. ഇപ്പോൾ സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാനൊരു വലിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പഴുത്ത തക്കാളിയാണ് ഇതിനൊക്കെ ഏറ്റവും നല്ലത്. അപ്പോൾ പഴുത്ത തക്കാളി നോക്കി എടുക്കുക. അതിനുശേഷം ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം തക്കാളി സവോള എല്ലാം കൂടെ വാടി വന്നിട്ടുണ്ട്. ഇനി തീ കുറച്ച് വെച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടി 2-3 ടീസ്പൂൺ വരെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കുരുമുളക് പൊടി ചേർക്കുന്നില്ല, അതുകൊണ്ട് ഒരു 2.5 ടീസ്പൂൺ വരെയൊക്കെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം കേട്ടോ, കുഴപ്പമില്ല. കുറച്ച് കൂടുതൽ സ്പൈസി ആവണമെന്ന് താല്പര്യമുള്ളവർക്കാണെങ്കിൽ അതനുസരിച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ മുളകെല്ലാം ഒന്ന് മൂത്ത് വരുന്നവരെ ഒന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആ പൊടികൾ അടിയിൽ പിടിക്കും. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റാം. വെള്ളമല്ല എന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലോ അല്ലെങ്കിൽ സാധാരണ പശുവിൻ പാലോ ഒക്കെ ചേർക്കാം. അതൊക്കെ ടേസ്റ്റാണ്, വെള്ളത്തിനേക്കാൾ ടേസ്റ്റാണ് അതെല്ലാം. അപ്പോൾ നിങ്ങളുടെ സൗകര്യം അനുസരിച്ചിട്ട് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കുക. അതുപോലെ വെള്ളത്തിൻ്റെ അളവും നിങ്ങളുടെ ഇഷ്ടത്തിന്. ഗ്രേവി വേണം എന്നുള്ളവരാണെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കാം, കുഴപ്പമില്ല. അതല്ല, ഞാനിപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത്, അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം ആ വെള്ളം എല്ലാം തിളച്ച് വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഉണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉപ്പ് പോരാ, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഇത്തിരി നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ആ ചെമ്മീനിലേക്ക് മസാലയെല്ലാം പിടിച്ചു വരാനായിട്ട് നമുക്കൊരല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ഈ പൊടിയൊക്കെ ചേർത്തുകൊണ്ട് ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇത് മൂടി വെച്ച് വേവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത ചെമ്മീനാണ്, വേകാനൊന്നും ഇല്ല, എങ്കിലും അതൊന്ന് നന്നായിട്ട് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്
നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് അത് ഒരു 1-2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ആ പൊടിയൊക്കെ ചേർത്തുകൊണ്ട് അടിയിൽ പിടിക്കും. നന്നായിട്ട് അടി ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചപ്പോൾ തന്നെ നന്നായിട്ടെല്ലാം അതിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ തേങ്ങാക്കൊത്തും എല്ലാം കൂടെ വരുമ്പോഴേക്കും നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ ഉണക്കച്ചെമ്മീൻ റോസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തക്കാളിയും തേങ്ങാക്കൊത്തും എല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴേക്കും നമ്മൾ സാധാരണ ഫ്രൈ ചെയ്തെടുക്കുന്നതിനേക്കാൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയ റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്